ഏറ്റവും പ്രിയപ്പെട്ട നിങ്ങളോട് ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു? ഉഷാറായിരുന്നോ? നമുക്ക് ഇത്രയും ആഭരണങ്ങളൊന്നും ഇട്ട് ശീലമില്ലാത്തതാണ്. പക്ഷേ സീരിയലിലെ കഥാപാത്രങ്ങൾ എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻ വന്നാൽ ഇതുപോലെ ഓർണമെന്റ്സ് ഒക്കെ ഇടാറുണ്ട് കേട്ടോ. അത് കണ്ടു പരിചയിച്ചത് കൊണ്ടാണോ എന്നറിയില്ല, ഞാനും ഇപ്പോൾ കംഫർട്ടബിൾ ആണ്. അപ്പോൾ ഇന്നെന്താ എക്സ്ട്രാ സ്പെഷ്യൽ എന്നായിരിക്കും അല്ലേ? ചിങ്ങം 1 അതിനോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട റേഡിയോ കേരളം അതിന്റെ 3ാമത്തെ വാർഷികം സെലിബ്രേറ്റ് ചെയ്യുന്ന ദിവസമായിരുന്നു. പാട്ടുകളോ കമേഴ്ഷ്യൽ ബ്രേക്സോ ഒന്നും തന്നെ ഇല്ലാതെ 15 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ലൈവത്തോൺ ഒരുപക്ഷെ നാട്ടിലെ റേഡിയോകൾക്ക് ഇന്നും അസാധ്യമായ കാര്യമാണ്. പ്രവാസി മലയാളികളുടെ സ്നേഹം എടുത്തു പറയേണ്ടതാണ്. അവരാണ് നമ്മുടെ റേഡിയോയുടെ നട്ടെല്ല്. നാട്ടിലെ റേഡിയോയില് എന്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന RJ കാർത്തിക്കിന്റെ കല്യാണമായിരുന്നു ഇന്ന്. ലഞ്ച് ബ്രേക്കിന് ഓടിപ്പോയത് ആ കല്യാണം കൂടാനാണ്. അപ്പോൾ ചിങ്ങമാസത്തിലെ ആദ്യ സദ്യ കാർത്തിക്കിന്റെ വകയായിരുന്നു. കാർത്തിക്കിനും പാർവതിക്കും വിവാഹ മംഗള ആശംസകൾ. കല്യാണ സദ്യയൊക്കെ കഴിച്ചല്ലേ ഇവിടേക്ക് വരുമ്പോൾ ചോക്ലേറ്റും കൊണ്ടല്ലാതെ വരരുത് എന്ന് പ്രീമ ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെറിയ കഴുത്തിലൊരു മാലയായിട്ടാണ്. വേഗം നമ്മൾ ഓഫീസിലേക്ക് തിരിച്ചെത്തി. ഇവിടെ സാജൻ സൂര്യ ചേട്ടൻ ലൈവിൽ ജോയിൻ ചെയ്യുന്നുണ്ടായിരുന്നു, പ്രീമയ്ക്കും അരുണിനും ഒപ്പം. അപ്പൊ നമ്മുടെ സർപ്രൈസ് ചോക്ലേറ്റ് മാല അല്ല കാൻഡി മാല പ്രീമയ്ക്ക് അണിഞ്ഞു കൊടുക്കണ്ടേ? ഈ ആഴ്ച കുറച്ചധികം ഓട്ടത്തിലായിരുന്നു. പേഴ്സണൽ ടൈം, ഫാമിലി ടൈം കുറഞ്ഞു പോയോ എന്നൊരു സംശയം. എന്നാൽ പിന്നെ അത് മാറ്റിക്കളയാമെന്ന് വിചാരിച്ച നേരെ UDSലേക്ക് പോയി. ഞങ്ങളൊരു സ്ട്രോങ് കോഫി ബ്രേക്ക് എടുത്തു, സാൻഡ്വിച്ച് കഴിച്ചു. കടൽക്കാറ്റൊക്കെ ഏറ്റ് കുറച്ചധികം നേരം വർത്തമാനം പറഞ്ഞിരുന്നതിന് ശേഷമാണ് പതിയെ വീട്ടിലേക്ക് മടങ്ങിയത്. ഈ ഇടയ്ക്കായി കോഫി കൂടി കുറച്ച് കൂടുതലാണ്. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ കുഞ്ഞ് നന്നായിട്ട് കോഫി ഇടും കേട്ടോ. എന്റെ വീട്ടിലേക്ക് വന്നവർക്കൊക്കെയും അറിയാം. ഇതിനോടെ ആ ഒരു സ്പെഷ്യൽ കോഫി രുചിക്കാതെ ആരും മടങ്ങിപ്പോയിട്ടില്ല. ഞങ്ങളെ കൂട്ടാതെ പോയല്ലേ, ഉറപ്പായിട്ടും ഈ വീഡിയോ കണ്ടാൽ തൻവി പാപ്പയും മാംഗോയും ചോദിക്കുമായിരിക്കും, അപ്പയ്ക്കോ അമ്മയ്ക്ക് ഇതുപോലെ ഇടയ്ക്ക് സമയം വേണ്ടേ? പറ. താങ്ക് യു, ബൈ.